നമസ്കാരം. മ്യൂസിക് is a magical key to tightly closed hearts. നമ്മുടെ ജീവിതത്തിൽ സംഗീതത്തിനെ പോലെ മറ്റൊന്നിനും സന്തോഷം പകരാനാകില്ല. ഇന്നത്തെ പെർഫോമൻസിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പെർമനന്റ് പാനൽ ഓഫ് ജഡ്ജസിനെ. ശരത് സർ, അൽഫോൻസ് ഏട്ടൻ, മഹതി മാം. വെൽക്കം ജഡ്ജസ്. Let me once again take the honor of welcoming you all to yet another splendid episode of Superstar. അടുത്തതായി നമ്മുടെ ടീം മ്യൂസിക് ഐഡിയിലെ എല്ലാ ചേട്ടന്മാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സപ്പോർട്ടിംഗ് മ്യൂസീഷ്യൻസിനും സ്വാഗതം. വെൽക്കം ടു ദ ഷോ സർ. മലയാളം കൃതി സോങ്സ് റൗണ്ടിൽ ഇന്ന് ആദ്യമായി പെർഫോം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നത് ശരണ്യാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശരണ്യ ഓൺ ടു ദ സ്റ്റേജ് ഓഫ് സൂപ്പർസ്റ്റാർ. ഹായ്. ഫ്യൂഷൻ ഓഫ് മലയാളം കൃതി റൗണ്ടിൽ ശ്രീ സ്വാതി തിരുനാളിൻ്റെ തോടി രാഗത്തിലുള്ള പങ്കജാക്ഷനാം രമേശൻ എന്ന കൃതിയാണ് ഞാൻ പാടുന്നത്. കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള റൗണ്ടാണ്. ഓർക്കസ്ട്ര ആയിട്ട് നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം. പങ്കജാക്ഷനാം രമേശൻ ഇങ്ങനന്തവാഹനേ. പങ്കജാക്ഷനാം രമേശൻ ഇങ്ങനന്തവാഹനേ. പങ്കജാക്ഷനാം രമേശൻ വാഹനേ. വാണിടും വിശേഷമിന്നു ഹന്ത ചൊൽവതിങ്ങനെ. വാണിടും വിശേഷമിന്നു ഹന്ത ചൊൽവതിങ്ങനെ. ഭക്തലോക മാശുമോ ചൊൽവതിങ്ങനെ. അഞ്ജനാഭി പോൽ പരം ഭാനുകിരണമേറ്റുമേഹും അഞ്ജനാഭി പോൽ പരം. ഭവ്യമായ പീഠവാസ സാലസിച്ചു ഉരുതരം. ഭവ്യമായ പീഠവാസ
ലാലസിച്ചു മുരുതരം പത്മനാഭ പാഹി പാഹി എന്നു ലോക സഞ്ജയം പത്മനാഭ പാഹി പാഹി എന്നു ലോക സഞ്ജയം പരിചിനോടു രചുമാര രാഗപേര സഞ്ജയം പരിചിനോടു രചുമാര രാഗപേര സംശയം പത്മനാഭ പാഹി പാഹി സരി സനി രി സനി ര ധനി ര പ സനി ര പ മ പത്മനാഭ ഗമ പദ നി മ പദ നി സ പദ നി സരി ഗ നി സനി ര രി സനി ര പ സനി ര പ മ പത്മനാഭ പദ പ പ പ മ പദ പ പ പ മനി ദ പ പ പ മ പദ പ മ പദ പ മനി ദ പ മ പദ മ പദ പ മ പദ മ പദ മ പദ ഗമ പദ നി ഗമ പദ നി മ പദ നി സ മ പ ധ നി സ പദ നി സ നി പദ നി സ നി ഗ രി സ നി ര സ നി പദ നി ഗ രി സ ഗ രി സ നി ര രി സ ഗ രി സ നി ര സ ഗ രി സ നി ര രി സ നി ര പ സ നി ര പ മ ഗ മ പ ഗ മ പദ പ മ പ ഗ മ പ ഗ മ പദ നി മ പദ നി സ പദ നി സ രി ഗ രി സ ഗ രി സ നി ര രി സ ഗ രി സ നി ര സ ഗ രി സ നി ര രി സ നി ര പ സ നി ര പ പത്മനാഭ പാഹി പാഹി എന്നു ലോക സഞ്ജയം പരിചിനോടു രചുമാര രാഗപേര സംശയം പങ്കജാക്ഷനാം രമേശൻ നിങ്ങനന്ത വാഹനേ വാണിടും വിശേഷമിന്നു ഹന്ത ചൊൽവതിങ്ങനെ ശരണ്യ സാർ നന്നായിട്ട് പാടി മോളെ, താങ്ക് യു സാർ. നന്നായിരുന്നു. അതിനുവേണ്ടി പഠിക്കുന്നുണ്ടല്ലോ മോള്, ആ പഠിക്കുന്നുണ്ട് സാർ. നന്നായിട്ട് പാടി. അപ്പം എനിക്കുള്ളൊരു സംഭവം, ഒന്നാമത്തത് മോളിൽ ലോ പോർഷൻ കേൾക്കണില്ല. എന്താ എന്താ പറഞ്ഞ മോളെ? എന്താണ് ശബ്ദം അടഞ്ഞാണോ അതോ? അല്ല സാർ, അത് ഇത് ഞാൻ ഇനി ഒരു സ്കെയിൽ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ടോപ്പ് സ്ട്രെയിൻ പോലെ തോന്നും. അപ്പം ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ചീറ്റിപ്പോയി. കുഴപ്പമില്ല. പിന്നെ മോളെ എനിക്ക് ആ ഇത് രാഗം ഏതാണ് പറഞ്ഞ മോള്? തോടി. ആ അപ്പം അത് സനീതപ്പ പാടിയ സനി ആ വലിയ നിഷാദം എടുത്ത് കേൾക്കണുണ്ട്. അതെന്താണ്? സനി നീ എന്ന് തന്നെ കേൾക്കണുണ്ട് എനിക്ക്. സനീതപ്പ മകാരീസ അല്ലേ? സനീതപ്പ സനി ഇന്ന് അങ്ങനെ നീ വലുതായിട്ട് കേൾക്കുന്ന പോലെ തോന്നുന്നു. അതെനിക്ക് മാത്രമല്ല, മഹതിക്കും അൽഫോൺസിലും ഞങ്ങൾ. ആഹാ, അത് കൊള്ളാട്ടാ. മോക്ക് തോന്നിയതല്ല, മോക്ക് തോന്നണം. കാര്യം നീയല്ലേ പാടിയത്. സാർ അത് കുറെ
ശ്രമിച്ചു, പക്ഷെ അത് ശരിയാവണില്ല. അനിയും അനീതിയോ? അനീ വരുന്നില്ല. നിഷാദം. സനിതപ്പാ എന്ന് പാടിയാൽ മതി. നമ്മള് സനി നീ എന്ന് പാടണ്ട കേട്ടോ. സനിതപ്പാ പാടിയാൽ മതി. പമകാരിസ എന്നല്ലേ? സനിതപമകാരിസ അല്ലേ? സനിതപ്പ എന്നേ പാടാം. സനി നീ അത് മോള് പാടുമ്പോൾ അത് വല്ലാണ്ട് എടുത്ത് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത് ശരിയാക്കുക. പിന്നെ ശരിയാക്കാം. നീ എന്നെ ആക്കാന്നാ പറയുന്നത് കേട്ടാ. ആക്കാം, ഇപ്പം ആക്കി തരാന്ന്. മോളെ എന്താ പറഞ്ഞ എനിക്കിഷ്ടമായി, മോള് പാടി ഇഷ്ടം. പക്ഷെ ഇതൊരു കറക്റ്റ് ചെയ്യേണ്ട ഏരിയ ആണ്. അതൊന്നും ശരിയായിക്കോളൂ കേട്ടോ. സ്പഷ്ടമായിട്ട് അതുകൊണ്ട് കാണരുത്, കേൾക്കരുത്. കാണരുതെന്ന് നമുക്ക് അതാണെന്ന് തോന്നരുത്. ടച്ച് ചെയ്തൊക്കെ വിടാം, അതിന് പ്രോബ്ലം അല്ല. പക്ഷെ അത് നമുക്ക് എല്ലാവർക്കും ഓടായിട്ട് അത് തോന്നുമ്പോൾ അതിനെന്തോ ഒരു ഐറ്റം ഉണ്ട് ഇല്ലേ? അപ്പം അത് ശരിയായിക്കോളും, വേറൊന്നുമില്ല. മോള് പാടിയിട്ടുണ്ട് നന്നായിട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. അൽഫോൻസ് ഏട്ടാ? ശരണ്യയുടെ 2 വർഷം പഠിച്ചതിൻ്റെ ഒരു രൂപരേഖ മനസ്സിലുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു പാടേണ്ട രീതിയിൽ വരാത്തതിൻ്റെ ചെറിയ പ്രശ്നങ്ങളാണ്. ശരണ്യയുടെ ഒരു വോയിസ് നല്ല ക്ലിയർ ആയിരുന്നു. വെച്ചാൽ അതിനകത്ത് ഓൺലി ആ ലോ രജിസ്റ്ററിലുള്ള പ്രശ്നമാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഒരു റൗണ്ട് ആയതുകൊണ്ട് കൃത്യമായിട്ടുള്ള സ്വരസ്ഥാനം അല്ലെങ്കിൽ പാടുന്ന അത് കൃത്യമായിട്ട് വരണം, അത് ശ്രദ്ധിക്കുക. പിന്നെ 1-2 സ്ഥലങ്ങളിൽ നോട്ടുകൾ മാറി വന്നായിരുന്നു. അതായത് കൃത്യമായിട്ട് സൈലൻ്റ് വേറെ ഏതോ ഒരു ഇതിലേക്ക് ഇങ്ങനെ ഷാർപ്പായിട്ടും ഒക്കെ അത് വരരുത്. നമ്മൾ ഇതുവരെയും പാടിയിൽ നിന്ന് ഒരു പടി എനിക്ക് കുറച്ചും കൂടി പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും പരിശ്രമങ്ങൾക്ക് എല്ലാത്തിനും ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസ് ഏട്ടാ. മഹതി മാം. ശരണ്യ. ഹായ് മാം. നന്നായി പാടി ശരണ്യ. താങ്ക് യു മാം. ശരണ്യയുടെ തോനുക കൊള്ളാം. തോടിയും ധേനുകയും ചേർന്നു പോയി. ശരണ്യ, കഷ്ടമാണ് തോടി പാടാൻ ശരിക്കും. ഓക്കെ, എന്താ തമിഴിലൊരു സേയിങ് ഉണ്ട്, കോടി കൊടുത്താലും തോടി വരാത്. സോ തോടി പാടി അതൊന്ന് ഫലിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. നന്നായി പാടി ശരണ്യ. ലോട്ട് ഓഫ് ആസ്പെക്ട്സ് വർ വെരി വെരി നൈസ്. താങ്ക് യു മാം. ഓക്കെ, ബട്ട് ഗുഡ് അറ്റംപ്റ്റ് ഓഫ് സ്വരംസ് ആസ് യൂഷ്വൽ. ഈ എക്സാമിന് നമ്മൾ മനപ്പാഠം പഠിച്ചുകൊണ്ട് പോയിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ നമുക്ക് കിട്ടില്ല. അപ്പോൾ ശരണ്യക്ക് കോർവേ ഐ മീൻ കടസി കണക്ക് തുടങ്ങുമ്പോൾ എന്താ തുടങ്ങുന്നതെന്ന് ഒരു പിടി ഉണ്ടായിരുന്നില്ല ശരണ്യ. എനി ഹൗ യു മാനേജ്ഡ് ഇറ്റ്. എടുത്തുക്കെല്ലാം വന്നത് അത് വരയ്ക്കും സന്തോഷം. ഓക്കെ, ഗുഡ്. താങ്ക് യു മാം. താങ്ക് യു ജഡ്ജസ്. ശരണ്യ, നമുക്ക് മാർക്സ് ചോദിക്കാം. ശരത് സർ? എൻ്റെ ഗുരുനാഥൻ്റെ ഒരു കോമ്പസിഷൻ മൊത്തം സ്വരസാഹിത്യം വെച്ചിട്ട് തോടിയിൽ കേട്ടിട്ടുണ്ടോ? മാമാനിനി എന്ന് തുടങ്ങുന്നത് മൊത്തം സ്വരങ്ങളാണ്, സാഹിത്യമാണ്, പക്ഷെ സ്വരങ്ങളാണ്. കേട്ടുണ്ടോ? ഉണ്ടെന്ന് കേട്ട് നോക്കാം. ഒന്ന് പാടൂ സാർ. കേട്ട് നോക്കാം. കേട്ട് നോക്കിയിട്ട് അതിന് അഭിപ്രായം പറയാമെന്നോ? അല്ല, പിന്നെ സാർ ഞാൻ കേട്ടിട്ടില്ല. അതൊക്കെ കേൾക്കണം നിങ്ങൾ അതൊക്കെ കേൾക്കാണ്ട്. മാമാനിനി നീതാമഗനി നീതാസരിനി ഗാമ. ഇത് സാഹിത്യമാണ് കേട്ടോ. സരിഗാനിദാരി മാരി ഗദാദരി നീനി ഗനി ഗനി നീ മഗനി സാമനി ഗമഗരി മഗനി നീ പാദ ധരിനി പരിപരി മുരളീരവളീനി മനി സദാ കോരിദിനം മാമാനിനി. എൻ്റെ ഗുരുനാഥൻ്റെ കൃതിയാണ്, കേൾക്കണം. അസാധ്യം. കാര്യം ഇതൊക്കെ കേട്ടാൽ പിന്നെ ആ രാഗം വേറെ കേൾക്കേണ്ട കാര്യമില്ല, സ്വരത്തോടെയാണുള്ളത്. മറ്റേ നിഷാദ് മാറിപ്പോകത്തില്ല, അടിച്ചു വന്നാലും മാറത്തില്ല കേട്ടാ. അപ്പോൾ അതൊക്കെ പഠിക്കാം മോള്. നമുക്ക് ഞാൻ 19 മാർക്സ്. 19 on 25. അൽഫോൻസ് ഏട്ടാ?
20. Thank you, sir. 20 on 25. Mahati ma'am. 19.5 ശരണ്യ. 19.5 on 25. ഇപ്പോൾ ടോട്ടൽ 58.5 on 75. നല്ല സ്കോറാണ്. നല്ല കമൻസ് ആയിരുന്നു. പക്ഷെ അവർ പറഞ്ഞ കറക്ഷൻസ് എന്തായാലും അടുത്ത റൗണ്ട്സിൽ നമ്മൾ നികത്തണം. ഓൾ ദി വെരി ബെസ്റ്റ് ശരണ്യ. Thank you, ചേച്ചി. സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ അടുത്തതായി പെർഫോം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നത് അനിലയാണ്. പക്ഷെ അതിനു മുൻപ് വി ഹാവ് ടു വെയിറ്റ് ഫോർ എ വെരി ഷോർട്ട് വൈൽ. സ്റ്റേ ട്യൂൺ ടു സൂപ്പർ സ്റ്റാർ. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ. മലയാളം കൃതി റൗണ്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത പെർഫോമൻസുമായി അനില ഒരുങ്ങിയിരിക്കുകയാണ്. ലെറ്റ് മീ വെൽക്കം അനില ഓൺ ടു ദ സ്റ്റേജ് ഓഫ് സൂപ്പർ സ്റ്റാർ. ഹായ് വ്യൂവേഴ്സ്, ഇത് മലയാളം കൃതി റൗണ്ടിലാണ് ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഈ റൗണ്ടിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് മഹാകവി കുട്ടമത്ത് കുഞ്ഞികൃഷ്ണക്കുറുപ്പിൻ്റെ വരമരുളുകമായ എന്ന കൃതിയാണ്. ഈ കൃതി രഞ്ജിനി രാഗത്തിലുള്ളതാണ്. എങ്ങനെ വരും എന്നറിയില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് രാഗമാണ്. പിന്നെ ഇങ്ങനൊരു കൃതി, ഇങ്ങനൊരു ഫ്യൂഷൻ റൗണ്ടിൽ ആദ്യമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ 2 ഗുരുക്കന്മാരോടാണ്. ഒന്ന് ശ്രീ ആലപ്പി വിധു, പിന്നെ എൻ്റെ ഗുരുവായ അശ്വതി വിനു. 2 പേരോടും എൻ്റെ നന്ദി ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.
വരമരുളുക സരിഗസ മദനിര ഗമര വരമരുളുക ദസ മദസ ഗമദസ രി ഗമദസ നിര മഗ വരമരുളുക മായേ സരിഗ സരിഗ മഗ ഗമദ 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 സനി ദസരി 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 ദസ മദസ മദസ നിദ ദസ സരി രഗ രഗ ഗമ മദ മദസ ദസരി ദസരി സരി ദ മദസ സനി ദ നിരവ രഗ സ ദസരി ദസരി ദ ദസരി ദ മദസ നി മദസ മദസ നി മദസ നി ദസ നി ര ഗമദ ഗമദ സ ഗമദ സ നി ര മഗ ദസ സരി രെ ഗ ഗമ മദ ദസ രെ ഗമ സരി രെ ഗ ഗമ മദ ദസ സരി ഗമദ രെ ഗ ഗമ മദ ദസ സരി ദസ നി ര മഗ സ വരമരുളുക മായേ അനില നന്നായിട്ട് പാടിയല്ല, നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. കാര്യം ഇത് നമ്മൾ എന്താ പറയണ്ടേ, ഒരു എതിരാകാണെങ്കിലും ഒരേ സ്വരസഞ്ചാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതിന് കുഴപ്പം വലുതായിട്ടില്ല. ഇങ്ങോട്ട് വരുമ്പോൾ വേറൊന്നും, അങ്ങോട്ട് പോകുമ്പോൾ വേറൊന്നും ആകുമ്പോൾ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പെട്ടെന്ന് നമ്മൾ ആ രാഗം ഗസാന്ന് പാടുന്ന ഗരിസാന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഗുംപോവും. മനസ്സിലായല്ലോ? ഇപ്പം ഗുമ്പിൻ്റെ അർത്ഥം മനസ്സിലായോ? ആ, അപ്പം അത് മാത്രം ഒന്ന് നോക്കുക. പിന്നെ ചില അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വല്ലാണ്ട്, അത് കുഴപ്പമില്ല, അത് ആർക്കും പറ്റാവുന്നതാണ്. പക്ഷേ മൊത്തത്തിൽ ആ ആനന്ദ എന്നുള്ളതാണ്, ആനന്ദിക്കേണ്ടതിന് വരെ വിഷമമായ അവിടെ കേട്ടോ. അത് മാത്രം നോക്കുക, അത് വേറൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഒരു മൊത്തത്തിലൊരു രസം ഉണ്ടായിരുന്നു. സ്വരം പാടുമ്പോൾ അങ്ങോട്ട് തന്നെ തിരിഞ്ഞു നിന്നതിൻ്റെ ഉദ്ദേശം നമ്മളൊന്നും വേണ്ടേ? ഇങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്തത്. ഞങ്ങളുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാം. തിരിഞ്ഞങ്ങ് നിൽക്കുന്നു. അവരൊക്കെ നാണിച്ചിട്ട് അവരെ നോക്കാണ്ടിരുന്ന അവർ കൂളായിട്ടിരുന്ന് വായിക്കത്തില്ലേ, അവരെ ശല്യപ്പെടുത്തി. അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞോളൂ, അതൊക്കെ കൊള്ളാം. നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു എനിക്കിഷ്ടമായി, നല്ല പാടിയത് കുറേ ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. അൽഫോൻസ് ചേട്ടാ? അനില നല്ല കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്കൊരു ഭാഗം ഒന്ന് പാടി തരാമോ? ആനന്ദദായ ആ ഭാഗം കഴിഞ്ഞിട്ട് എൻഡ് ചെയ്യുന്ന പോർഷനില്ലേ? ആനന്ദ ആനന്ദദായി കെ മുഖം ബീകേ കേ കേ നാ അല്ലേ? ഓക്കെ. എനിക്ക് തോന്നിയത് ചില ഭാഗങ്ങളിൽ സംഗതി പാടുമ്പോൾ ആ മൃഗ വരേണ്ട ഇതിന് പകരം എന്നുള്ളൊരു സംഭവം, ഒരു ആക്സെന്റിക്കോടെ സംഗതി വരുത്താനുള്ള ഒരു ഇത് വരുന്ന പോലെ ഒരു ടെൻഡൻസി. അത് 2-3 സ്ഥലങ്ങളിൽ ഞാനിങ്ങനെ എൻഡ് ചെയ്യുന്നിടത്ത് കൂടുതലായിട്ട് അതിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. തൊണ്ടയിൽ വരുന്നതിന് പകരം പറഞ്ഞു മനസ്സിലായോ? അപ്പം അത് അങ്ങനെ ഒരു ചെറിയൊരു അത് ശരിക്കും തൊണ്ടയിൽ തന്നെ വരണം. ആ ഒരു എന്താ പറയുക, ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതുപോലെ തന്നെ പക്ഷേ എനിക്ക് നല്ല
ചില കുറേ ഭാഗങ്ങളിലൊക്കെ സ്വരസ്ഥാനങ്ങളെല്ലാം കൃത്യമായിട്ട് വരുന്നുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു സങ്കോചം കൂടാതെ തന്നെ ആ പാടുന്നതിനകത്ത് ഒരു കോൺഫിഡൻസ്, അത് എനിക്ക് തോന്നി, കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് കൊള്ളാം, നല്ലൊരു ക്വാളിറ്റി. എങ്കിലും അങ്ങിങ്ങ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി എൻ്റെ ഒരു ഇതുണ്ട്. ഈ ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ ഒരു സുഗമമായിട്ട് വരണം സംഗതി പാടുമ്പോൾ. അത് വരാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു ബലപ്രയോഗം നടത്തുന്ന ഫീലിംഗ് വരാതെ നിർത്തുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും അത് കേൾക്കാനായിട്ട്. എന്താണെങ്കിലും അനില് മ്യൂസിക് പഠിക്കുന്നതല്ലേ? ബ്രേക്ക് വന്നിട്ടുണ്ട് എനിക്ക്. എത്ര വർഷമായി? അല്ല സാർ, ഞാൻ ആക്ച്വലി ബിടെക്കിന് പോയപ്പോൾ 4 വർഷം ബ്രേക്കായി. പിന്നെ അത് കഴിഞ്ഞ് ജോലി കിട്ടിയപ്പോൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. എന്തായാലും കണ്ടിന്യൂ ചെയ്യുക, നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസ് ഏട്ടാ. മഹതി മാം. അനില നന്നായി പാടി അനില. അനിലയ്ക്ക് ഒരു അതായത് നോട്ട്സിൽ ഡൗട്ട് ഉണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. യു ആർ വെരി ക്ലിയർ. ഓക്കെ, എനിക്ക് ആ കൂടി ഫുള്ള് കുഴപ്പമായിട്ട് തോന്നിയത് അനിലയുടെ രാഗം മൊത്തം കുളമായിരുന്നു അനില അത് കേട്ടാ. പക്ഷെ കൃതി വാസ് നൈസ്, നല്ല രസമുണ്ടായിരുന്നു. അനിലയുടെ നല്ല സ്ട്രോങ് ട്രെയിനിങ്, കുറച്ച് ബ്രേക്ക് ഉണ്ടായാലും നന്നായിട്ട് ക്ലാസിക്കലി ട്രെയിൻഡ് ആണെന്ന് അനില പാടുമ്പോൾ യുനോ മനസ്സിലായി. ആൻഡ് എനിക്കും അൽഫോൻസ് ചേട്ടൻ പറഞ്ഞ പോലെ അനില ഒത്തിരി ആ ആക്സെൻസ് കുറച്ച് കുറയ്ക്കാം. അങ്ങനെ ഒത്തിരി കുറഞ്ഞു പോയാൽ അങ്ങനെ ഫിലിം സോങ് പാടുന്ന പോലെയാവും ഇൻറ്റൊനേഷൻ. പക്ഷേ ഇത്രയും ആക്സെൻസ് കുറച്ച് ഗ്രാജ്വലി യു ക്യാൻ ഡെഫിനറ്റ്ലി റെഡ്യൂസ്. ഓക്കെ, ആൻഡ് അനിൽ ഇതെന്ത് 7 കട്ടയാ അല്ലേ? അതെ. ഓഫ് നൈസ്. ബട്ട് എനിക്ക് ഇഷ്ടമായി അതിൻ്റെ ഒരു അനിലയ്ക്കൊരു കംഫർട്ടബിൾ ടോൺ ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് ദ പെർഫോമൻസ്. ഓക്കെ, ആൻഡ് എനിക്കും ആനന്ദദായിക്ക് അതെന്തോ അത് ആ രാഗവും ആനന്ദദായിക്കും ഫുൾ ബ്ലാക്ക് മാർക്ക് ഫോർ ദ ഹോൾ പ്രോഗ്രാം. ഓക്കെ, സോ അത് മാത്രമായിട്ട് ഒരു പ്രോബ്ലം ഏരിയാസ്. ആൻഡ് സ്വരം ഐ തിങ്ക് ചരണം വന്നപ്പോഴത്തേക്കും താളം ഒന്ന് അനിലയ്ക്കൊന്ന് മിസ്സായി പോയി. അത് നമ്മുടെ ബാബു ചേട്ടൻ ബ്യൂട്ടിഫുൾ ആയിട്ട് അനിലയ്ക്ക് അത് സഹായിച്ചു തന്നു. കച്ചേരിയിലൊക്കെ പതിവായിട്ട് നടക്കാറുള്ള കാര്യങ്ങളാണ്. നമ്മൾ പെട്ടെന്ന് ഒരു ഹരത്തിൽ ഇങ്ങനെ പാടുമ്പോൾ ഒരു വീച്ചൊക്കെ ചിലപ്പോൾ മിസ്സായെന്ന് വരും. ഇറ്റ്സ് ഓക്കെ. ആൻഡ് വേറൊരു അനിലയുടെ സ്വരങ്ങൾ രസമുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ലാസ്റ്റ് സ്വരം കുറച്ച് സിനിമാറ്റിക് ആയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഓക്കെ, അതർവൈസ് നൈസ് പെർഫോമൻസ്, എൻജോയ് ചെയ്തു. താങ്ക് യു ജഡ്ജസ്. അനിലയുടെ കമന്റ്സ് ഒക്കെ കേട്ടു ഈ പെർഫോമൻസിന്റെ. നമുക്ക് മാർക്സ് ചോദിക്കാം. ശരത് സാറിന് തുടങ്ങാം അല്ലേ? ശരത് സർ. യെസ്, എന്താണ്, എന്ത് വേണം ആങ്കറെ? അനിലയുടെ മാർക്സ്. അനില, ഈ പാട്ട് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ബ്രേക്കായ സമയങ്ങളാണ് കൂടുതലെന്ന് തോന്നുന്നു. ആണോ? 6 മാസം പഠിക്കും, പിന്നെ 7 വർഷം പഠിക്കത്തില്ല, പിന്നെ 3 മാസം പഠിക്കും, പിന്നെ 12. ഞാനാണെങ്കിൽ പഠിക്കും പാഠം കേട്ടോ. അനിലേക്ക് 19 മാർക്സ്. 19 on 25. അൽഫോൻസ് ഏട്ടാ 20.5. 20.5 on 25. മഹതി മാം. അനില, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഐ ഓൾസോ ഗിവ് യു 20.5. 20.5 on 25. അപ്പോൾ ടോട്ടൽ 60 on 75, which is a very good mark. ഇനി അങ്ങോട്ടുള്ള 2 റൗണ്ട്സിലും നന്നായി തന്നെ പെർഫോം ചെയ്യണം. ഗുഡ് ലക്ക് അനില. താങ്ക് യു. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ. മലയാളം കൃതി സോങ്സ് റൗണ്ടിൽ ഇന്നത്തെ അവസാന പെർഫോമൻസ് ധനുഷയുടേതാണ്. സോ നമുക്ക് സ്വാഗതം ചെയ്യാം ധനുഷ ഓൺ ടു ദ സ്റ്റേജ് ഓഫ് സൂപ്പർ സ്റ്റാർ. ഹായ്, എൻ്റെ ഫസ്റ്റ് റൗണ്ട് കൃതി റൗണ്ടാണ്. അതിൽ ഞാൻ ഇരയിമൻ തമ്പി എഴുതിയ അടിമലി രീണത്തന്നിൽ എന്ന കീർത്തനാണ് പാടുന്നത്. എല്ലാവരും കാണണം.
പുരേശ കൃഷ്ണ ഗുരുവായൂർ പുരേശ കൃഷ്ണ ഗുരുവായൂർ നീ ഗുരുവായൂർ നീ അറിയരുതടിയനു ഗുണവും ദോഷവും മടിയരുതറിയനു ഗുണവും ദോഷവും അരുളുക ശുഭമാർഗം കൃഷ്ണ അരുളുക ശുഭമാർഗം കൃഷ്ണ അടിമലരിന തന്നെ കൃഷ്ണ അടിയനൊരവലംബം ശ്രീകൃഷ്ണ അടിമലരിന തന്നെ ധനുഷ സർ ഒരു രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. പ്രധാനമായിട്ട് കുറേയും കൂടെ ഉള്ളിൽ നിന്ന് വരണം. ഇത് കൃത്യമായിട്ട് എൻ്റെ അടുത്ത് പഠിപ്പിച്ചതെന്ന് 1+1=2 ഇത് പറഞ്ഞ പോലെ അങ്ങ് നിന്ന് പാടുകയാണ്. അല്ലാതെ കുറച്ചും കൂടെ നമ്മൾ ഫീൽ ചെയ്ത് നമ്മൾ പാടണം. ഒരു ശ്രുതി മോനെ കുറേയും കൂടെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സസ്റ്റെയിൻ, ഈ പാസിങ് നോട്ട്സ് കുഴപ്പമില്ലെന്നല്ല, സസ്റ്റെയിൻ വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതൊന്ന് നോക്കുക. നിങ്ങളൊക്കെ എന്താ പറയണ്ടത്, നമ്മളെപ്പോഴും പുരോഗമനത്തിൻ്റെ പാതയിലായിരിക്കണം കേട്ടോ. അപ്പം അത് മുമ്പോട്ട് പോവുക. നമ്മൾ നന്നായിട്ട് എത്രത്തോളം നമ്മളെ കൊണ്ട് അത് പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ എത്രത്തോളം, അതേ ഉള്ളൂ. അപ്പം അത് ശ്രമിക്കുക, അതിനുള്ളൊരു ശ്രമം നടത്തുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. അൽഫോൻസ് ചേട്ടാ, ധനുഷ ഈ റൗണ്ടിന് വേണ്ടി പാട്ട് പഠിച്ചു, അത് പാടാൻ ശ്രമിച്ചു. എനിക്ക് തോന്നിയൊരു ഒരു ലളിതഗാനം പാടുന്ന ഒരു ഫീലിലേക്ക് വന്നു എന്നൊരു സംശയം. എന്നുവെച്ചാൽ അതിൻ്റെ ആ ഒരു ക്ലാസിക്കൽ സംഗീതത്തിൻ്റെതായ രീതിയിൽ വേണ്ടതായിട്ടുള്ള ചില ഭാവങ്ങൾ, ആ ഒരു ശക്തി എന്നല്ല പറയുന്നത്, അതിൻ്റെ ഒരു ഗാംഭീര്യം പല ഇതുകളിലും, അതുപോലെ തന്നെ സംഗതികളുടെ കൃത്യത, ആ രാഗത്തിലുള്ള സ്വരങ്ങൾ വരുന്നതിന് പകരം ഒരു എളുപ്പ വഴി കൂടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോയി ചില സ്ഥലങ്ങളിലൊക്കെ. എനിക്ക് തോന്നി എന്നോട് ചിത്തയിലൊക്കെ അങ്ങനെയുള്ള ചില സ്വന്തം പ്രയോഗ രീതികളിലേക്ക് പോയോ എന്നൊരു സംശയം. ശ്രുതി ഒരിക്കൽ കൂടെ ഞാൻ ഒന്ന് ആവർത്തിച്ച് പറയുക, അത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഒരു നോട്ട് സസ്റ്റെയിൻ ചെയ്യുമ്പോഴത്തേക്കും അത് വേറൊരു നോട്ടിലോട്ട് പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും ഒരു പരിശ്രമം കൊള്ളാം, പക്ഷേ ഇത് കൊണ്ടില്ല, ഒന്നും കൂടി കൊള്ളിക്കണം. ഓക്കെ സർ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു അൽഫോൻസ് ചേട്ടാ. മഹതി മാം. ധനുഷ മാം നന്നായി പാടി ധനുഷ. താങ്ക് യു മാം. എനിക്കും അൽഫോൻസ് ഏട്ടൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് തോന്നിയിരുന്നു, ഇത്തിരി ലൈറ്റ് മ്യൂസിക് ആയോ. ഫിലിം സോങ് എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻസിന് നമ്മൾ പാടാറില്ലേ ലളിതഗാനങ്ങൾ, അതുപോലെ ആയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായി. ബട്ട് നീറ്റായിട്ട് പാടി ധനുഷ്, അങ്ങനെ പഠിപ്പിച്ചെന്ന പോലെ തന്നെ ഗുഡ് ഗേൾ ആയിട്ട് പാടി. ഓക്കെ, എനിക്കും അത് തന്നെയാണ്. എന്നോട് ചിത്തെ ഭയങ്കര ഗ്ലെയറിങ് ആയിട്ട് തോന്നി. ആൻഡ് ഗുരുവായൂർ പുരേശൻ കണ്ണൻ അങ്ങോട്ട് ഓടി വന്നു, മുമ്പ് എന്നെ താളത്തിൽ കയറി വന്നു. ഓക്കെ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ഐ തിങ്ക് ധനുഷിക്ക് കുറച്ചും കൂടി ഈസ് കിട്ടണം, ക്ലാസിക്കൽ മ്യൂസിക് പാടുന്ന ഒരു ഈസ്. ധനുഷ് ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. സോ അത് കാരണം തന്നെ അത്രയ്ക്ക് വെഞ്ചറൊന്നും ചെയ്തില്ല, നല്ല നീറ്റായിട്ട് പഠിച്ചതുപോലെ അങ്ങനെ ഡെലിവർ ചെയ്തു. അയ്യോ ഇത് എങ്ങനെ അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ ഒരു അങ്ങനെ ഉണ്ടായിരുന്നോ? പേടി ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ഈ റൗണ്ടിൽ ഒരു ഇന്നവിറ്റബിൾ ഫാക്ടറായി. ഇങ്ങനെ അടിച്ചു പൊളിച്ച് പാടുന്ന എല്ലാ ആൾക്കാരും അവിടെ ഒന്ന് പൂച്ച പോലെ ഇരുന്ന് പാടുന്നു. എനിവേസ്, സോ ആ പേടി ഉണ്ടായിക്കോട്ടെ, നല്ലതാണ്. നൈസ് ധനുഷ. എനിക്ക് ആസ് യൂഷ്വൽ ധനുഷയുടെ വോയിസ്
ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ, പിച്ചിങ് അതെന്താ ഈ റൗണ്ടിൽ ഓൾമോസ്റ്റ് പ്രിഡോമിനൻ്റ്ലി എല്ലാ സിംഗേഴ്സ് ഇതുവരെ പാടിയിട്ടുള്ള എല്ലാ സിംഗേഴ്സിനും പിച്ചിങ് ഒരു വലിയ പ്രശ്നമാണ്. യൂഷ്വലി പിച്ചിങ് പ്രോബ്ലംസേ ഇല്ലാത്ത സിംഗേഴ്സിനും കൂടി അങ്ങനെ കയറി വരുന്നു. ക്ലാസിക്കൽ എന്ന് പറഞ്ഞ ഒരു മോൺസ്റ്ററിനെ പാടുന്ന പോലെയാണ് പേടിച്ച് നിൽക്കുന്നത്. മേ ബി ആ കോൺഷ്യസ്നെസ് കാരണം തോന്നുന്നു. എനിവേസ്, കീപ് ഇറ്റ് അപ്പ് തനുഷ. താങ്ക് യു മാം. താങ്ക് യു ജഡ്ജസ്. ധനുഷയുടെ ഈ പെർഫോമൻസിന്റെ കമന്റ്സ് കേട്ടു. നമുക്ക് മാർക്സ് ചോദിക്കാം. ശരത് സർ. ധനുഷ സർ 18.5. താങ്ക് യു സർ. 18.5 on 25. Alphonse Zeta. 18.5. താങ്ക് യു സർ. 18.5 on 25. Mahati ma'am. 18.5. താങ്ക് യു മാം. 18.5 on 25. അപ്പോൾ ടോട്ടൽ 55.5 on 75. ധനുഷയ്ക്ക് ഇനിയും 2 റൗണ്ട്സ് ഉണ്ട്. ഇപ്പോൾ ശ്രുതിയൊക്കെ നല്ലോണം ലയിച്ച് തന്നെ നല്ല രീതിയിൽ തന്നെ പാടാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക് കീപ്സ് എ ഫൗണ്ടൻ ഓഫ് ഹാപ്പിനെസ് അലൈവ് ഇൻ ഓൾ ഓഫ് us. അശുദ്ധ സംഗീതം നമ്മിൽ എന്നും നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ നല്ല പെർഫോമൻസസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ശുഭരാത്രി ഫ്രം ദ ഹോൾ ടീം ഓഫ് സൂപ്പർ സ്റ്റാർ.